സംഗതി ഇപ്പൊ തങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ വലിയ പ്രയാസത്തിലാണ്. കാരണം ഹജ്ജിന് പോകുമ്പോഴും ഉംറക്ക് പോകുമ്പോഴൊക്കെ നമ്മള് നാട്ടുകാരോടൊക്കെ ഒരു കുഴിമന്തിയൊക്കെ ഉണ്ടാക്കി, കുഴിമന്തിയൊക്കെ ഉണ്ടാക്കി അല്ലേ, നമ്മളെ അയൽവാസിയോടും കുടുംബത്തിനോടൊക്കെ നമ്മൾ പൊരുത്തപ്പെടിക്കും. ഞാൻ പോവാണ്, നമ്മളൊക്കെ എന്തെങ്കിലും കണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. നമ്മളെ ഭാര്യനോട് എന്നിട്ട് നാളൊരു ചങ്ങായി പറഞ്ഞു, ഭാര്യനോട് എന്നിട്ട് പറഞ്ഞു, എന്ത് ഉസ്താദേ ഞാൻ അങ്ങനെ ഭാര്യനോട് പറയട്ടെ, ഭാര്യ ഞാൻ പോവാണ്, 10 മൊഞ്ച് ബേജാറൊന്നും ആകണ്ട, ഒരു 40 ദിവസം കഴിഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞാൽ ഞാൻ വരും, ബേജാറൊന്നും ആകണ്ട. ഇവളെന്ത് ചെയ്തു, അടുത്തുള്ള അയലോക്കത്തി എന്ന് പറഞ്ഞു, അയാൾ ഒരു 80 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും ഒരു കുഴപ്പമില്ല, നമുക്ക് അതോടെ ഒരു സുഖം കിട്ടുമല്ലോ. അയാൾ 50 ദിവസം കഴിഞ്ഞ് വരുത്തിട്ട് നിലവിലുള്ള കേസാണ്. നിങ്ങൾ ഹജ്ജിനായപ്പോൾ പറഞ്ഞേ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അങ്ങനെ കരുതി സത്യം പറഞ്ഞു, അങ്ങനെ സത്യം പറഞ്ഞു, സത്യം പറയണ്ടോ, അങ്ങനെയാണ്. അല്ലെങ്കിൽ തന്നെ 2.25 തൊലാഖിന്റെ ടീമാ, കാലി അവിടെ ചൊല്ലണം കരുതി കുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അതൊന്നും പറയണ്ട, ഞാൻ അത് പറഞ്ഞു വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭാര്യയെ എപ്പോഴും ഇങ്ങനെ ക്രൂശിക്കാം. എപ്പോഴും ഈ വീട്ടിൽ എന്ത് വർക്കത്തുണ്ടാവുക, ഒരു വർക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് ഭാര്യയോട് നല്ല നിലക്ക് നിൽക്കണം, ഭാര്യ ഭർത്താവിനോടും നല്ല നിലയിൽ നിൽക്കണം. അപ്പോഴാണ് ആ വീട്ടിൽ വലിയ വർക്കത്തുണ്ടാവുകയുള്ളൂ.